ഏത് കായിക ഇനത്തിലാണ് മുഹമ്മദ് അസറുദ്ദീൻ പ്രശസ്തനായത്? അസറുദ്ദീൻ അദ്ദേഹം ഇന്ത്യൻ ക്യാപ്റ്റൻ ആയിരുന്നു. കബഡി, ഗുസ്തി, ടെന്നീസ്, ക്രിക്കറ്റ്, ഹോക്കി. മുഹമ്മദ് അസറുദ്ദീൻ പ്രശസ്തനായ കായിക ഇനം. അപ്പൊ അതേ പേരിൽ കേരളത്തിൽ ഒരു താരമുണ്ട്, അതേ കളി കളിക്കുന്നു. ഈ കളി കേട്ടിട്ടുണ്ടോ? ക്രിമിറ്റോറിയം വിട്ടൊരു കളിയായിരുന്നു. പിടിവള്ളി വേണം. പിടിവള്ളി ആരെ എടുക്കുന്നു? നമ്മളെ കുടുംബമോ കുട്ടേട്ടനോ? നമ്മുടെ ഇത്തയുടെ അവസ്ഥ എന്തുവാ? ഇത്തക്ക് ഇതോട്ട് വല്ല ബന്ധമുണ്ടോ? ഇത്തൊരു ബന്ധമില്ല. കുട്ടേട്ടനെടുക്കാം അല്ലേ? കുട്ടേനാവും മര്യാദക്കാരനാ, പാവം മനുഷ്യ. ഒന്ന് പറഞ്ഞേരേ, ഒന്ന് പറഞ്ഞേരാ, ഒന്ന് ഹെൽപ്പ് ചെയ്യോ? തീർച്ചയായിട്ടും സുബീന റഹ്മാൻ. എനിക്ക് സംശയമുള്ള 2 ഓപ്ഷൻ, അതിൽ ഒന്ന് ശരി ഉത്തരമാണ്. ബി ഗുസ്തി, ഡി ക്രിക്കറ്റ്. ഓപ്ഷൻ ഡി ക്രിക്കറ്റ്. അസറുദ്ദീൻ ഗുസ്തി പിടിക്കുവോ? അപ്പോ ഓപ്ഷൻ ഡി ആണ് താങ്കൾ പറഞ്ഞിരിക്കുന്ന ഉത്തരം. ഉറപ്പിക്കാമോ? കൂട്ടോ? ഉറപ്പിക്കാം. കൂട്ടോ? കുട്ടേട്ടനെ ഞാൻ വിശ്വസിക്കുന്നു. 2 ഓപ്ഷൻ എനിക്ക് പറഞ്ഞു തന്നതില് അത് ക്രിക്കറ്റ് ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ കുട്ടേട്ടനെ നമ്മൾ ഗ്യാസ് ചേമ്പറിനകത്തിട്ട് ഏതൊക്കെ ഒഴിക്കുന്ന സാധനങ്ങള് ഞാൻ കൊണ്ടുപോകട്ടാ. കുട്ടേട്ടാ, ഇത് ചില്ലറ കേസല്ല കേട്ടോ. ഓപ്ഷൻ ഡി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മുഹമ്മദ് അസറുദ്ദീൻ ക്രിക്കറ്റ് ഇനത്തിലാണ് പ്രശസ്തനായതെന്നാണ് താങ്കൾ പറഞ്ഞിരിക്കുന്നത്. പറയ് സാറേ, ടെൻഷൻ എടുപ്പിക്കാണ്ട്. ശരിയാണ്, ശരിയാണ്. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ക്രിമിറ്റോറിയം സാക്ഷിയാക്കി ഞാൻ പറയുന്നു, താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. എത്ര രൂപയായി കയ്യിലെന്നറിയാമോ? 50,000 രൂപ കയ്യിലായി. ജുബീനായിത്താ, വെറുതെ വീട്ടിലിരുന്നാൻ ഇത് കിട്ടുമായിരുന്നു അല്ലേ? പറഞ്ഞു. എന്താ പറഞ്ഞു കൊടുത്തത്? ഈ ആദ്യം ഒന്നും പോണോന്ന് പറഞ്ഞു. ക്രിമിറ്റോറിയം സ്പെഷ്യലിസ്റ്റ് എന്താ പറഞ്ഞപ്പോ? ഞാൻ അങ്ങനെ പരിപാടി കണ്ടിട്ടില്ല, അപ്പൊ എനിക്ക് ഇതിനെ കുറിച്ച് അറിഞ്ഞിടാന്ന് പറഞ്ഞു. ദൂരെയും കണ്ടിട്ടില്ലല്ലേ? പക്ഷെ എന്നെ കിട്ടിയ കത്തിച്ചേനെ, അത് വേറെ കാര്യം. അപ്പൊ എന്നിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു, പൈസയുടെ അല്ല, നമുക്ക് ഒരവസരം കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് പോകാന്ന്. ഇന്നിപ്പോ ഒരുപാട് സമൂഹത്തിന് ഗുണം വരുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞു സുബീന. പ്രത്യേകിച്ച് ഈ സമയത്ത് കേരളത്തിൽ കുറച്ച് ജാതി, വർഗീയ, മത പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയമാണ്. ആ സമയത്ത് സുബീന പറഞ്ഞ വാക്യങ്ങളാണ് ആൾക്കാർ തീക്കൊള്ളി കൊണ്ട് മനസ്സിൽ എഴുതി സൂക്ഷിക്കേണ്ടത്. എഴുതി സൂക്ഷിച്ചിരിക്കുന്നു കേട്ടോ. എന്റെ അടുത്ത് പറഞ്ഞത് ഒന്നും വേണ്ട, സാറിനായിട്ട് നിന്നൊന്ന് സംസാരിക്കാനുള്ള ഒരു അവസരമാണ്, അത് കളയരുതെന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത്. അയ്യോ, അങ്ങനെയും പറഞ്ഞോ? 24 കാണാണ് ഞങ്ങ. അതെ. പിന്നെ എല്ലാ ദിവസവും ഇപ്പൊ ഈ പ്രോഗ്രാമിലേക്ക് വരാനുണ്ടായ സമയം മുതൽ തന്നെ ഞാനല്ല സാറിനെ സ്വപ്നം കാണുന്നത്. എല്ലാ ദിവസവും വിളിച്ചിട്ട് പറയൂ, സാറിനെ സ്വപ്നം കണ്ടു, എനിക്ക് സാറ് ചോദ്യം ചോദിക്കുന്നത് ഓർമ്മ വരുന്നതൊക്കെ എല്ലാ ദിവസവും തന്നെ വിളിച്ചു പറയും. അതല്ലേ എനിക്ക് തോന്നുന്നറിയാമോ? സുബീനയായിരുന്നു കണ്ടെങ്കിൽ എന്താ പറ്റുന്നറിയാം, നമ്മുടെ മൂപ്പരെ ഇയാൾ ഇങ്ങനെ ചോദ്യം എന്തിനാ ചോദിച്ചു? ഒരൊറ്റ തൊഴി അങ്ങനെ ചവിട്ടും കൊണ്ട് മൂപ്പര് താഴെ, കട്ടിൽ താഴെ അല്ലേ, ഇങ്ങനെ വീഴാനുള്ള സാധ്യത ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ എന്തായാലും ഇന്നത്തെ കൊണ്ട് സ്വപ്നം കാണാൻ നിർത്തിയേക്കണം അല്ലേ? ഇനിയിപ്പോ വിട്ടുകളയില്ല പരിപാടിയില്ല അല്ലേ? ഇതോടെ തീർന്നു.